ഡൽഹിയിൽ നിന്ന് വാഹനം പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഇൻഫോർമേറ്റീവ് കാര്യം കേട്ടോ. നിങ്ങൾ ഫേസ്ബുക്കിൽ മാർക്കറ്റ് പ്ലേസ് കണ്ടിട്ടുണ്ടാവും, OLX കണ്ടിട്ടുണ്ടാവും. ഇതിന് എല്ലാവരും വാഹനം പർച്ചേസ് ചെയ്തിട്ടുണ്ടാവും. ഫേസ്ബുക്ക് വഴി നിങ്ങളെ വാഹനം സെല്ല് ചെയ്തിട്ടുണ്ടാവും. ഡൽഹിയിൽ നിന്ന് വാഹനം എടുക്കണവർ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവർ തീർച്ചയായിട്ടും കാണാം കേട്ടോ. തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു സംഗതിയാണിത്. ഇത് നിലവിലിപ്പോൾ നടക്കുന്ന സംഗതികളാണ്. ഇപ്പോഴും നല്ല ഒരുപാട് കാലങ്ങളായിട്ട് നടക്കുന്ന സംഗതികളാണ്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ, വയനാട്ടിലൊരു ചെറുക്കം ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് വഴി വണ്ടി കണ്ട് 190 ഇന്നോവ. അങ്ങനെ എന്തായി, ഓൻ ഫേസ്ബുക്ക് വഴി ചാറ്റ് ചെയ്ത് ഈ ചെറുക്കം. അങ്ങനെ ഇവരൊരു നമ്പർ ഇട്ട് കൊടുത്ത്, വാട്സപ്പ് നമ്പർ. ഇത് ഈ വാട്സപ്പേ കിട്ടുള്ളൂ പറഞ്ഞ്, ഫോൺ വിളിച്ചാൽ കിട്ടൂല പറഞ്ഞ്. അങ്ങനെ ആ നമ്പറിൽ ചാറ്റ് ചെയ്ത് എന്ത് ചെയ്ത്, ഓന് അക്കൗണ്ട് നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ വിട്ടെടുത്ത്. ആധാർ ഫേക്ക്, അക്കൗണ്ട് നമ്പർ ഓൻ്റെ പേരില്ല, വേറെ ആരോ പേരില്ല അക്കൗണ്ട് നമ്പർ. നിങ്ങൾ ആലോചിച്ച് നോക്കണം. അപ്പം ഈ ചെറുക്കന് ഇത് മനസ്സിലായില്ല. ഓൻ വില കുറവ് കണ്ടുകൊണ്ട് എന്ത് ചെയ്ത് പൈസ ഇട്ട് കൊടുത്ത ആദ്യം തന്നെ അഡ്വാൻസ്. ഇവർ നല്ലോണം കൺവിൻസ് ചെയ്തിന് കേട്ടോ. ഈ ടീം നല്ലോണം കൺവിൻസ് ചെയ്തിന്. ആ ചെറുക്കൻ്റെ വോയിസ് ഞങ്ങൾക്ക് കേൾപ്പിച്ചു തരാം. അപ്പം ഈ വീഡിയോ കണ്ടാണ്ട് എന്ത് ചെയ്യണം, ഈ വാങ്ങിയ ആൾ ഈ വീഡിയോ കാണണം. മാക്സിമം ആൾക്കാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യണം. അപ്പം ഇതുപോലെ കാര്യങ്ങൾ സംഭവിച്ച ആൾക്കാരുണ്ടാവും. ഈ മാർക്കറ്റ് പ്ലേസ് വഴി, OLX വഴിയൊക്കെ ഇതേപോലുള്ള അഡ്വാൻസ് അയച്ചു കൊടുത്താണ്ട് പറയാൻ പഠിച്ചിരുന്ന ആൾക്കാരുണ്ടാവും. അവരിതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക, എന്താണോ സംഭവിച്ചത്, ഇത് ആൾക്കാർ അറിയട്ടെ എങ്ങനെയും സംഭവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യുക. വോയിസ് ഞാൻ കേൾപ്പിച്ചു തരാം. വോയിസ് ഒന്ന് കേട്ടോ. ടീമിനെ കാണുന്നത് മാർക്കറ്റ് പ്ലേസിൽ കണ്ടിട്ട് റിക്വസ്റ്റ് അയച്ചപ്പോൾ ഒരു നമ്പർ തന്നു. അതിൽ വാട്സപ്പിൽ മാത്രം കോണ്ടാക്ട് ചെയ്യാനാണ് അവർ പറയുന്നത്. വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്ത് എല്ലാം സെറ്റായി അവരിങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുന്ന പോലെ കുറെ വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചിട്ട് നമ്മളടുത്ത് അഡ്വാൻസ് ചോദിക്കും. അഡ്വാൻസ് ചോദിച്ചിട്ട് ഒരു 50,000 അഡ്വാൻസ് ചെയ്യുമ്പോൾ പിന്നെ കോൾ വിളിച്ചാലും എടുക്കൂല. ഒരു ഫേക്ക് ഡോക്യുമെന്റ്സ് ആയിട്ട് ഒരു പ്രിന്റ് അയച്ചും തരും ഇവര്. ഫേസ്ബുക്ക് വഴി, OLX വഴി വാഹനം കണ്ടാണ്ട് ചാറ്റ് ചെയ്താണ്ട് അക്കൗണ്ട് നമ്പറും കാര്യങ്ങളൊക്കെ ഇട്ടുകയാണെന്നുണ്ടെങ്കിൽ അഡ്വാൻസ് ചെയ്യാൻ നിൽക്കേണ്ട. അവരോട് പറയാം, ഞങ്ങൾ അങ്ങോട്ട് വരാം, ലൊക്കേഷൻ ഇട്ടൊന്നോളി. അവിടെ ചെന്നിട്ട് വണ്ടി പോവുകയാണെന്നുണ്ടെങ്കിൽ പോയിക്കോട്ടെ. ഡൽഹിയും ഇവിടെ വണ്ടി കിട്ടാത്ത സ്ഥലമൊന്നും അല്ലല്ലോ. ഇവിടെ വന്നാണ്ട് നിങ്ങൾക്ക് ഒന്നല്ലെങ്കിൽ ഒന്നുണ്ടാവും. അപ്പം എന്ത് ചെയ്യുക, വാഹനം ഇതുപോലെ പർച്ചേസ് ചെയ്യുന്ന ആൾക്കാർ നല്ലോണം ശ്രദ്ധിക്കുക. എന്താ സംഭവം വെച്ചാൽ, ചെറിയ വില കാണുമ്പോൾ എന്ത് ചെയ്യുക, അഡ്വാൻസ് ഇട്ട് കൊടുക്കാൻ നിൽക്കണ്ട. ഓല് പറയും ചിലപ്പം കണ്ടമാനം ആൾക്കാർ എൻക്വയറി ചെയ്യുന്നുണ്ട്. എൻക്വയറി ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ വെച്ചാൽ. എന്താ സംഭവം വെച്ചാൽ, ഇവിടെ ഡൽഹിയിൽ 100 കണക്കിനും 1000 കണക്കിനും ഡീലർമാരുണ്ട്. ഓലൊന്നും കാണാത്ത, ഓൽക്കൊന്നും കിട്ടാത്ത വാഹനങ്ങൾ നിങ്ങൾക്ക് ഏതെങ്കിലും കിട്ടൂല. അത് ശ്രദ്ധിക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് മാക്സിമം ആൾക്കാർ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക ഈ വീഡിയോ. ഇതുപോലെ ഇൻസിഡൻറ്റ് സംഭവിക്കാൻ നിൽക്കണേ, ഇൻസിഡൻറ്റ് സംഭവിച്ച ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇനി ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ സംഭവിക്കരുത് വാഹനത്തിൻ്റെ പേരിൽ. എന്താ പറയുക, നമുക്കും പാടെ പ്രശ്നങ്ങൾ. നമ്മളൊക്കെ ഈ ഓൺലൈൻ വഴി ചെയ്യുന്ന ആൾക്കാരാണ്. ഞങ്ങളെ നമ്പർ ഈ ചെറുക്കൻ ഇൻസ്റ്റാഗ്രാം വഴിയാട്ടോ കിട്ടി. എന്നിട്ട് ഇവ അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ സംഭവിച്ചിട്ട് ഫോൺ വിളിച്ചിട്ട് എടുക്കണില്ല, 50,000 അയച്ചു കൊടുത്തണേ. അപ്പോൾ ഞാൻ പറഞ്ഞ്, ഓ അയച്ചെന്ന കംപ്ലീറ്റ് ഡോക്യുമെൻറ്റ്സ് അയക്ക്, ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ പറഞ്ഞു. കംപ്ലീറ്റ് ഫേക്ക്. അപ്പോൾ ഞാനോട് പറഞ്ഞ്, എന്തേ സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് ഈ സംഗതികളൊക്കെ കാണിച്ചിട്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ച് സൈബറോ എങ്ങനെ അതിൻ്റെ കാര്യങ്ങൾ നല്ലൊരു ഇതിനെ നിയമപരമായിട്ട് നേരിടാൻ പറ്റിയ ഒരാളെ പോയി കണ്ടിട്ട് എന്നിട്ട് അതിനനുസരിച്ച് നീക്ക് പറഞ്ഞാൽ പൈസ എനിക്ക് കിട്ടൽ കണക്കന്നെയായിരിക്കും പറഞ്ഞു. ഓനൊരു പാവം പിടിച്ച് ചേർക്കുക, 20 വയസ്സായിട്ടുള്ള ഒരു വണ്ടി എടുക്കണം നല്ല മോഹമായിട്ട് എന്ത് ചെയ്താണ് അയച്ചു കൊടുത്താണ്. അപ്പോൾ നല്ലോണം ശ്രദ്ധിക്കുക ആൾക്കാർ. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം.